നമുക്ക് ഇറച്ചിച്ചോറ് ഉണ്ടാക്കാനാണ് ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കഴുകി വാരി ഉപ്പൊക്കെ ഇട്ട് ഞാൻ ആ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളവും മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ആ പാത്രത്തിൽ നമുക്ക് സൺഫ്ലവറിൻ്റെ ഓയിൽ ഒഴിച്ച് കൊടുത്ത് കശുവണ്ടിപ്പരിപ്പ് നമുക്ക് വറുത്ത് മാറ്റി വയ്ക്കണം കേട്ടോ. നമുക്ക് ഇച്ചിരി ബീൻസും ക്യാരറ്റൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും അരിഞ്ഞൊക്കെ വെച്ച് നമുക്ക് ആ കശുവണ്ടിപ്പരിപ്പ് ഒക്കെ ഒന്ന് വറുത്തെടുത്ത് മാറ്റിയതിന് ശേഷം പട്ടയും ഗ്രാമ്പ് ഏലക്കായ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ അകത്തിട്ടൊന്ന് ആ സൺഫ്ലവർ ഓയിലിൽ തന്നെ ഒന്ന് മൂപ്പിച്ച് ഒന്ന് ഇതാക്കി എടുത്താൽ മതി. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിനകത്ത് സവാള ഇട്ട് കൊടുക്കണം. സവാള ഒരുവിധം പച്ചപ്പ് മാറിയാൽ നമുക്ക് അതിനകത്ത് സവാള ഇടുമ്പോൾ തന്നെ അതിനകത്ത് ഉപ്പിട്ട് കൊടുത്തോളൂ. അപ്പോൾ അത് വേഗം ഒന്ന് വഴന്ന് കിട്ടും. ഉപ്പിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിൻ്റെ അകത്ത് ക്യാരറ്റും ബീൻസൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യമുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തോളൂ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അത് നല്ല ടേസ്റ്റോടുകൂടി തന്നെ നല്ലൊന്ന് ഇളക്കി കൂട്ടിയതിന് ശേഷം നമുക്ക് അതിനാവശ്യമായ മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി അതിനുള്ള പൊടികളൊക്കെ നമുക്ക് ബീഫ് കറിക്ക് എന്ത് പൊടികൾ എടുക്കണം ആ പൊടി തന്നെ നമുക്ക് ഈ സവാളയിലൊന്ന് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്ത് അതിൻ്റെ അകത്ത് ഒന്ന് നല്ലോണം വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഇറച്ചി വേവിച്ച് വെച്ചാൽ വെള്ളം നമ്മൾ എടുത്ത് വെച്ചാൽ നമ്മൾ 1 കിലോ അരി എടുക്കണം. അപ്പോൾ 2.5 കപ്പ് അരി ഉണ്ടായിരുന്നു അളന്ന പാത്രം വെച്ച്. അപ്പോൾ നമുക്കതിനകത്ത് 5 കപ്പ് വെള്ളം അതിനകത്ത് ഒഴിച്ച് കൊടുക്കണം. ഇരട്ടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കതൊന്ന് വഴുന്നതിന് ശേഷം നമുക്ക് ഇറച്ചിയുടെ വെള്ളം എടുത്ത് വെച്ചത് 2.5 കപ്പ് വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളത്തിൻ്റെ കൂടെ സാധാ പച്ചവെള്ളം കൂടി 2.5 കപ്പും കൂടി ഒഴിച്ച് നമുക്ക് ആ അരി വേവാനായിട്ട് ഉള്ള വെള്ളം അത്ര മതി. അരിയും കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വെള്ളം ഒഴിച്ച് 5 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് ആ വെള്ളത്തിലോട്ട് നമുക്ക് അരിയിട്ട് കൊടുക്കണം. തക്കാളി നമുക്ക് അത്യാവശ്യമാണെങ്കിൽ ഒന്ന് അരിഞ്ഞിട്ടേരും. അതിന് നല്ലതാണ് തക്കാളി ഇടുമ്പോൾ ഒരു ഭംഗിയുണ്ട് കാണാനായിട്ട്. അതും നമുക്കത് അരിഞ്ഞിട്ട് കൊടുത്ത് ശേഷം നമുക്ക് ആ ഇറച്ചി വേവിച്ച് വെച്ച വെള്ളം കൂടി നമുക്ക് അതിനകത്ത് ഒഴിച്ച് കൊടുക്കണം. 5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിൽ 2.5 കപ്പ് വെള്ളം ബീഫിൻ്റെ ഉണ്ട്. 2.5 കപ്പ് വെള്ളം നമ്മൾ വേറെ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്ത് അതിനകത്ത് അരി ഇട്ട് കൊടുക്കണം. ആ അരിയും ബീഫ് വേവിച്ചതും കൂടി ഒരുമിച്ചിട്ട് നമുക്കത് നല്ലോണം ഇളക്കി കൂട്ടി ഉപ്പൊക്കെ നല്ലോണം കറക്റ്റ് പാകമാണെന്ന് നോക്കിയിട്ട് നമുക്കൊരു 10-14 മിനിറ്റ് നമ്മൾ അടുപ്പത്ത് ഇത് വെച്ചോളൂ. അപ്പോൾ തന്നെ ഇതിൻ്റെ ഈ ഇറച്ചിയും വെന്ത ഇറച്ചിയല്ലേ, അപ്പോൾ നല്ല സ്വാദിൽ ഈ ചോറ് കിട്ടി. അതിന് ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കിക്കോളാം. ആ വെള്ളത്തിൽ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്ത് അരിക്കും വേവാനുള്ള ഉപ്പിട്ട് കൊടുത്ത് നല്ല ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയൊരിതാണ് കേട്ടോ. പിള്ളേർക്ക് ഇഷ്ടമാകുമ്പോൾ നമുക്ക് 2 നേരം അത് കഴിക്കാം. 1 കിലോ അരി അങ്ങ് വെച്ചിട്ട് 2 നേരം കഴിക്കാൻ പറ്റി. നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും. അതുപോലെ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുത്. നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് ഇതിൻ്റെ ചോറ് വെന്ത് നല്ല അടിപൊളിയാണ്. കശുവണ്ടിപ്പരിപ്പ് എന്നിട്ട് നമ്മൾ അതിൻ്റെ മീതെ ഇട്ട് കൊടുത്ത് നല്ല ടേസ്റ്റിൽ കിട്ടിയായി. ചോറും വെന്ത് ബീഫും വെന്തതാണല്ലോ, അടിപൊളിയായിട്ട് സൂപ്പറാണ് കേട്ടോ. അതിനൊന്ന് വെച്ച് നോക്കണം, എല്ലാവരും വെച്ച് നോക്കണം. ഇത് കാണുന്ന ആൾക്കാർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.